പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 16 ഞായർ. പ്രധാന വാർത്തകൾ. ദാഖിലിയ ഗവർണറേറ്റിലെ ബഹ്ല വിലായത്തിൽ 2 പേർ മുങ്ങി മരിച്ചു. ഐൻ വത്താഹ് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. വെള്ളക്കെട്ടിൽ ഇറങ്ങിയവർ മുങ്ങി മരിക്കുകയായിരുന്നു. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം മുങ്ങൽ വിദഗ്ധർ പ്രദേശത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. മരണപ്പെട്ടവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നവർ സുരക്ഷ ഉറപ്പാക്കണം. ഏഷ്യൻ രാജ്യങ്ങളിലെ കറൻസി വിലയിടിവ് കാരണം ഗൾഫിൽ നിന്ന് പണമയക്കൽ വർദ്ധിച്ചു. ഡിജിറ്റൽ ഇടപാട് സൗകര്യം പണമയക്കൽ വർധനവിന് മറ്റൊരു കാരണമാണെന്ന് മണി എക്സ്ചേഞ്ച് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. പണമയക്കാൻ ചെലവ് കുറവാണ്. പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ച പണത്തിൽ പുതിയ കുതിച്ചുചാട്ടം ഉണ്ടായതായി സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നു. ഇന്ത്യൻ രൂപയുടെയും മറ്റ് ഏഷ്യൻ കറൻസികളുടെയും മൂല്യം ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഗൾഫിൽ നിന്നും യുഎസിൽ നിന്നുമുള്ള പണമയക്കൽ വർദ്ധിക്കുന്ന പ്രവണത നിലനിൽക്കുന്നുവെന്ന് എക്സ്ചേഞ്ച് ഹൗസുകൾ ചൂണ്ടിക്കാട്ടി. ഡോളറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഒരു ദിവസത്തെ കുതിപ്പിന് ശേഷം ഇന്ത്യൻ രൂപയുടെ മൂല്യം കഴിഞ്ഞ ദിവസം വീണ്ടും ഇടിഞ്ഞു. ഡോളറിനെതിരെ 86.86 ദിർഹമിനെതിരെ 23.866 ആയി അവസാനിച്ചു. ഏഷ്യൻ കറൻസികളിലെ തുടർച്ചയായ ഇടിവ് യുഎഇയിലെ ഭൂരിപക്ഷം പ്രവാസികൾക്ക് അനുകൂലമായ അവസരം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ നാട്ടിലെ വിലക്കയറ്റം പ്രതിസന്ധിയാണ്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിലുടനീളം പണമയക്കലിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. നേപ്പാളിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള ഇടപാടുകളിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഉപഭോക്താക്കൾ കൂടുതൽ അവബോധമുള്ളവരും ഡിജിറ്റൽ പരിജ്ഞാനമുള്ളവരുമാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന തത്സമയ വിനിമയ നിരക്ക് അപ്ഡേറ്റുകളും ഉൾക്കാഴ്ചകളും പ്രയോജനപ്പെടുത്തുന്നു. പണമയക്കലിന്റെ ഡിജിറ്റൽ വൽക്കരണം ഉപഭോക്താക്കളെ കൂടുതൽ ശാക്തീകരിച്ചു. അത്തരം അവസരങ്ങൾ പരമാവധിയാക്കാൻ അവരെ പ്രാപ്തരാക്കി. ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ അതീബ് അഹമ്മദ് പറഞ്ഞു. പലരും നാട്ടിലേക്ക് പണം അയക്കാൻ ഡിജിറ്റൽ ചാനലുകൾ തിരഞ്ഞെടുത്തു. ഫീസ് രഹിത ഇടപാടുകൾ പോലുള്ള ആകർഷകമായ ഓഫറുകളാണ് ഇതിന് പ്രധാനമായും കാരണമായത്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകൾ ആരംഭിച്ചു. ഒമാനിലെ വ്യത്യസ്ത ഇന്ത്യൻ സ്കൂളുകളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പൊതുപരീക്ഷകൾ എഴുതുന്നത്. ആദ്യ ദിവസം 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പേപ്പറുകളാണ് എഴുതിയത്. 12ാം ക്ലാസ് വിദ്യാർത്ഥികൾ അണ്ടർപ്രണർഷിപ്പ് പരീക്ഷയും എഴുതി. ആദ്യ ദിനം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ആശ്വാസത്തോടെയാണ് ഹാളിൽ നിന്നിറങ്ങിയത്. ഇംഗ്ലീഷ് പൊളിച്ചുവെന്നായിരുന്നു 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മറുപടിയെങ്കിൽ അണ്ടർപ്രണർഷിപ്പ് കിടുക്കിയെന്നായിരുന്നു 12ാം തരം വിദ്യാർത്ഥികളുടെ പ്രതികരണം. CBSE നേരത്തെ പ്രസിദ്ധീകരിച്ച സാമ്പിൾ പേപ്പറിന് സമാനമായ ചോദ്യങ്ങൾ ആയിരുന്നു പലതുമെന്നും കുട്ടികൾ പറഞ്ഞു. മുൻകാലങ്ങളിലെ ചോദ്യപേപ്പറുകളും പ്രത്യേകം പരിശീലനം നൽകിയതും കൃത്യമായി പിന്തുടർന്നവർക്ക് ആദ്യ ദിനം പരീക്ഷ അനായാസമായിരുന്നുവെന്ന് അധ്യാപകരും പറഞ്ഞു. ഇന്നത്തെ സായാഹ്നത്തിൽ ഒമാന്റെ ആകാശം അപൂർവ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കും. ശുക്രൻ അതിന്റെ പരമാവധി തിളക്കത്തിൽ സൂര്യാസ്തമയത്തിനു തൊട്ടുപിന്നാലെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു പ്രകാശ നക്ഷത്രമായി ഉദിച്ചുയരും. ശുക്രൻ 4.52 എന്ന കാന്തിമാനവുമായി സിറിയസ് എന്ന നക്ഷത്രത്തേക്കാൾ 30 ഇരട്ടി തിളക്കമുണ്ടാകുമെന്ന് ഒമാനി സൊസൈറ്റി ഫോർ ആസ്ട്രോണമി വൈസ് പ്രസിഡന്റ് വാസൽ ബിൻത് സാലം അൽഹിനായി അറിയിച്ചു. സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള 3ാമത്തെ ഗോളമാണ് ശുക്രൻ. ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള സ്ഥാനം കാരണം ശുക്രൻ ഒരു ചന്ദ്രക്കല പോലെ കാണപ്പെടും. ഈ സമയം ഭൂമിയോട് ഏറ്റവും അടുത്തായിരിക്കുന്നതിനാൽ ശുക്രന്റെ തിളക്കം വർദ്ധിക്കും. ടെലിസ്കോപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ശുക്രന്റെ മേഘാവൃതമായ ഉപരിതലം വ്യക്തമായി കാണാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു. മാർച്ച് പകുതി വരെ ഈ കാഴ്ച ഒമാൻ ആകാശത്തിൽ ദൃശ്യമാകും. മാർച്ച് 16-ന് ശുക്രൻ അപ്രത്യക്ഷമാകുകയും തുടർന്ന് മാർച്ച് അവസാനത്തോടെ പ്രഭാത നക്ഷത്രം എന്ന നിലയിൽ കിഴക്കൻ ചക്രവാളത്തിൽ വീണ്ടും ഉദിച്ചുയരും. ജ്യോതിശാസ്ത്ര നിരീക്ഷകർക്കും ആകാശ നിരീക്ഷണം ഹോബിയായി കൊണ്ടു നടക്കുന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു കാഴ്ചയാകും ഇതെന്നും വാസൽ ബിൻത് സാലം അൽഹിനായി പറഞ്ഞു.
രാജ്യത്ത് കാലാവസ്ഥ പതിയെ മാറുന്നു. താപനില നേരിയ തോതിൽ ഉയർന്ന് ചൂടിലേക്ക് നീങ്ങുന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മിക്ക ഗവർണറേറ്റുകളിലും താപനില 20 ഡിഗ്രി സെൽഷ്യസും അതിനു മുകളിലും ഉയരാൻ സാധ്യതയുണ്ട്. സീബിൽ ഏറ്റവും കൂടിയത് 25 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് 20ഉം, ആമിറാത്തിൽ കൂടിയത് 28ഉം കുറവ് 19 ഡിഗ്രിയും ആണ്. സുഹാർ കൂടിയത് 26, കുറഞ്ഞത് 19, നിസ്വ കൂടിയത് 32, കുറഞ്ഞത് 18, സൂർ കൂടിയത് 35, കുറവ് 19, ദുഃഖം കൂടിയത് 28, കുറഞ്ഞത് 19 ഡിഗ്രി സെൽഷ്യസുമാണ്. ഹൈമ കൂടിയത് 31 ഡിഗ്രി സെൽഷ്യസും കുറവ് 18 ഡിഗ്രി സെൽഷ്യസും, സലാലയിൽ 25 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും 19 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അൽഖാമിൽ വൽവാഫി പോലുള്ള പ്രദേശങ്ങളിൽ താപനില നിലവിൽ 30 കടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടാറുള്ള ജബൽ ഷംസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടിയ താപനില 18ഉം കുറവ് 11 ഡിഗ്രിയുമായിരുന്നു. സൈക്കിൾ ഇത് യഥാക്രമം 20, 13 എന്നിങ്ങനെയായും താപനില ഉയരും. അതേസമയം കഴിഞ്ഞ മാസം വരെ നല്ല തണുപ്പായിരുന്നു രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്ര നീണ്ട തണുപ്പ് അനുഭവപ്പെടുന്നത്. പൊതുവെ ഡിസംബറിൽ തണുപ്പ് തുടങ്ങി ജനുവരിയിൽ ആദ്യ ആഴ്ചയോടെ തന്നെ പതിയെ ചൂടിലേക്ക് നീങ്ങുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ടുണീഷ്യയിൽ നടക്കുന്ന അറബ് ആഭ്യന്തരമന്ത്രിമാരുടെ കൗൺസിലിന്റെ 42ാമത് യോഗത്തിൽ ഒമാൻ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദിയാണ് ഒമാൻ പ്രതിനിധി സംഘത്തെ നയിച്ചത്. ടുണീഷ്യൻ കാർത്തേജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ മന്ത്രിയെയും ഒപ്പമുണ്ടായിരുന്ന പ്രതിനിധി സംഘത്തെയും ടുണീഷ്യൻ ആഭ്യന്തരമന്ത്രി ഖാലിദ് അൽ നൂറി, അറബ് ആഭ്യന്തരമന്ത്രിമാരുടെ കൗൺസിൽ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് അലി കോമാൻ, ടുണീഷ്യയിലെ ഒമാൻ അംബാസഡർ ഡോക്ടർ ഹിലാൽ ബിൻ അബ്ദുള്ള അൽ സിനാനി എന്നിവർ ടുണീഷ്യയിൽ സ്വീകരിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.